നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ കോഴിമുട്ടയോളം വലിപ്പമുള്ള നെന്മണി. ഈ കോഴിമുട്ടയ്ക്ക് എന്തുമാത്രം വലിപ്പമുണ്ടെന്ന് നമ്മൾക്കറിയാമല്ലോ. കോഴിമുട്ട കാണാത്തവരാരും തന്നെ ഉണ്ടാവില്ല. കോഴിമുട്ടയോളം വലിപ്പമുള്ള നെന്മണിയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തു വലിയ നെന്മണി! എത്ര കുറച്ച് നെന്മണികളായാൽ തന്നെ ഒരു പറ അളവ് പാത്രം നിറയും, അങ്ങനെയല്ലേ? ഇതൊരു ചെറിയ രാജ്യത്ത്, അതായത് പണ്ടുണ്ടായിരുന്ന നമ്മുടെ രാജ്യം പല നാട്ടുരാജ്യങ്ങളായിരുന്നില്ലേ, അതിലെ ഒരു രാജ്യത്ത് നടന്ന സംഭവമാണ്. ഒരു കുന്നിൻ്റെ താഴ്വരയിലായിട്ട് കുട്ടികളും ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല പുൽമൈതാനമൊക്കെ ഉണ്ടേ. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള കുട്ടികളൊക്കെ വൈകുന്നേരമായി അവിടെ ഓടിക്കളിക്കും. സന്ധ്യയാകുമ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകും, അങ്ങനെയാണ് പതിവ്. അങ്ങനെ ഒരു ദിവസം അവർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് താഴെ നിന്നും ഭൂമിയിൽ നിന്നും ഒരു ധാന്യമണി കിട്ടി. ആ ധാന്യമണി എടുത്ത് അതെന്താണാവോ എന്ന് വിചാരിച്ച് അവർ തിരഞ്ഞെടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ആർക്കും അതെന്താണെന്നൊന്നും മനസ്സിലായില്ല. ഒരു കോഴിമുട്ടയുടെ അത്ര വലുപ്പമുണ്ട് സാധനത്തിന്, എന്നാൽ കോഴിമുട്ടയുടെ പോലെ വെളുത്ത നിറോട്ടല്ല താനും. എന്തായാലും അവർ വീട്ടിൽ കൊണ്ടുപോയി. ഒരു കുട്ടി ആ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞതാ, ഇങ്ങനെ ഒരു സാധനം ഞങ്ങൾക്ക് കളിസ്ഥലത്തു നിന്ന് കിട്ടിയച്ചാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കൊടുത്തു. അദ്ദേഹം അത് സ്വീകരിച്ചു. അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അത് ആ ധാരാളം പേരിങ്ങനെ ആ വിചിത്ര വസ്തു കാണാനായിട്ട് വന്നു. അങ്ങനെ വന്നിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു ധനികനുണ്ടായിരുന്നു. അയാൾ വിചാരിച്ചു, ഇതൊരു വിചിത്രമായ വസ്തുവല്ലേ, ഇതിപ്പോൾ ഞാൻ വില കൊടുത്തിട്ടായാലും ചെയ്യുന്നത് സാറ് വില കൊടുത്ത അയാളും കൂടി തരും. അത് മേടിച്ചിട്ട് രാജാവിന് കൊണ്ട് കാഴ്ചവെക്കാം. വിചിത്രമായിട്ടുള്ള അത്ഭുതമായിട്ടുള്ള വസ്തുക്കളൊക്കെ രാജാവിന് വലിയ ഇഷ്ടമാവുമല്ലോ. അപ്പോൾ തനിക്ക് വല്ല എന്തെങ്കിലും ഒരു സമ്മാനങ്ങളും ഒക്കെ കിട്ടും എന്ന് കരുതിയിട്ട് ആ കുട്ടിയുടെ അച്ഛനോട്, ആഗ്രഹസ്ഥനോട് അത് ഒരു 100 രൂപയും കൊണ്ട് കൊടുത്തു. ഒരു മുട്ട, കോഴിമുട്ടയുടെ അതിലുള്ള ആ വിചിത്ര വസ്തു നമ്മൾ വാങ്ങിച്ചു, കൊണ്ടുപോയി രാജാവിന് കാഴ്ചവെച്ചു. രാജാവ് അതെടുത്ത് നോക്കിയിട്ട് എന്താണെന്ന് തിരിച്ചു നോക്കി. എന്നിട്ട് ഒന്നും കാണാനില്ല. അതിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ പുറത്തുകൂടെ അങ്ങനെ ഒരു ചാല് പോലെ കാണാനുണ്ട്. മുഴുവൻ മിനുസല്ല, അത്രയ്ക്ക് അങ്ങോട്ട് മിനുസും അല്ല, ഒരു ചാല് പോലെ അങ്ങനെ കാണുന്നു. എന്തോന്ന് വിചാരിച്ചു. അതൊരിടത്ത് സൂക്ഷിച്ചു വെച്ചു. അത് സൂക്ഷിച്ച് വെച്ചിരുന്നത് ഒരു ജനലിനടുത്തായിരുന്നു. പൂന്തോട്ടത്തിലേക്കാണ് അതിലേ പോയി. അതിലേക്ക് നടന്നിരുന്നതിൽ നിന്ന് ഒരു ദിവസം ഒരു എങ്ങനെയോ എവിടുന്നോ വന്നിട്ട് ഇതിൻ്റെ മണം അറിഞ്ഞോ ഗന്ധം അറിഞ്ഞോ എന്തോന്നറിയില്ല, ഒരു കോഴി വന്ന ജനൽപ്പടിയിൽ ഇരുന്നിട്ട് അത് കുത്തി കഴിഞ്ഞ് തുളയുണ്ടാക്കി. ആ തുളയിലൂടെ പതുക്കനെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പശ പോലെ വെളുത്ത നിറത്തിലുള്ളൊരു ഒരു പശ പോലെ ഇങ്ങനെ ഒഴുകി വരും, കുറേശ്ശെയായിട്ട്. അതെന്താണെന്ന് വിചാരിച്ചിട്ട് തൊട്ട് ചിലരത് ഒട്ടുമെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ചെറിയ ഒട്ടലുണ്ട്. ചിലരതൊന്ന് സ്വാദ് നോക്കാം എന്ന് കരുതി നാവിൽ വെച്ച് സ്വാദ് നോക്കിയപ്പോൾ എന്താ, അരിമാവിൻ്റെ സ്വാദാണ് അതിന്. അപ്പോഴും മനസ്സിലായി അതൊരു നെന്മണിയാണ് എന്നുള്ള കാര്യം മനസ്സിലായി. ഉടൻ തന്നെ രാജാവ് എല്ലാ കൃഷിക്കാരെയൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതെന്താ സാധനമായോ? രാജകൊട്ടാരത്തിലെ ജോലിക്കാരോട് ചോദിച്ചപ്പോൾ അവരും തീർത്തു പറഞ്ഞു, അതൊരു നെന്മണി തന്നെയാണ് മഹാരാജാവേ, അല്ലാതെ വേറെ സാധനമൊന്നുമല്ല, വലിയൊരു നെന്മണി, അത്രയും വിചാരിച്ചാൽ മതി എന്ന് കരുതി. എന്നാൽ കൃഷിക്കാരോട് ആരെങ്കിലും ചോദിക്കാം, ഇത്രയും വലിയ നെന്മണി കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള വലിയ നെന്മണി കൃഷി ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷിക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി. കൃഷിക്കാർ കുറേ പേരൊക്കെ വന്നു. എല്ലാവരും അതെടുത്തു നോക്കി. ഈ ഉള്ളിൽ നിന്ന് പശ പോലെ ഒരു ചെറിയ തുളയാണ്, അതിൽ കൂടെ ഇങ്ങനെ ഞെക്കി കുറേശ്ശെ വരുന്ന പശയ്ക്ക് നോക്കുമ്പോൾ അരിമാവിൻ്റെ സ്വാദ്. ഇത് നെന്മണി തന്നെ, സംശയമൊന്നുമില്ല. കൃഷിക്കാരോട് ചോദിച്ചു, നിങ്ങളെപ്പോഴെങ്കിലും ഇങ്ങനത്തെ നെന്മണി കൃഷി ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ കൃഷിയൊന്നും ചെയ്തിട്ടില്ല. നല്ല ജ്ഞാനകുതികളായിട്ടുള്ള ധാരാളം അറിവുള്ളവരായിട്ടുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ അറിവിൽ ഇങ്ങനെ ഇത്രയും വലിയ ഒരു നെന്മണി ഉണ്ടായി കണ്ടിട്ടില്ല. കൃഷിക്കാർ പറഞ്ഞു, ഞങ്ങളും കൃഷിയൊന്നും ചെയ്തിട്ടില്ല, കൊടുക്കുകയോ വാങ്ങുകയോ പിടിക്കുകയോ ഇതൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ സാധനം ഇത് നെന്മണിയാണെന്ന്. അപ്പോൾ ഒരു കാര്യം ചെയ്തു, അങ്ങനെ വന്നിരിക്കുന്നവർ ആ നാട്ടിൽ ആ കൂട്ടത്തിൽ വന്നിട്ടുള്ളവരിൽ അങ്ങനെ വന്നു നോക്കി കഴിയുമ്പോൾ ഇത് കേട്ട് ഈ വിചിത്രമായ ഒരു വസ്തു, നെന്മണിയുടെ സ്വാദുള്ളൊരു വസ്തു അതിൻ്റെ അകത്തുനിന്നും വരുന്നുണ്ടെന്ന് കേട്ടിട്ട് അവിടെ വൃദ്ധരായിട്ടുള്ള ഒരാൾ വന്നു. അയാൾ വളരെ വരുന്നത് തന്നെ, അയാളാണ് ഏറ്റവും അവിടെ ആ നാട്ടിൽ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്, ഒരു കർഷകൻ തന്നെയാണ്. അദ്ദേഹത്തെ
കൊണ്ടുവന്നു. രാജദൂതന്മാർ പോയി കൊണ്ടുവരിക ചെയ്ത 2 വടിയൊക്കെ വേണം താങ്ങാൻ. കണ്ണാണെങ്കിൽ കാണാനില്ല. വർത്തമാനം പറയുമ്പോൾ തന്നെ ശബ്ദം വളരെ പതുക്കെ വരുള്ളൂ. എന്നാലും രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഈ വസ്തു കാണിച്ചു കൊടുത്തു. കാണാനൊന്നുമില്ല. കയ്യിൽ വെച്ച് ഇങ്ങനെ തടവി 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 അതിൻ്റെ വലുപ്പവും അതിൻ്റെ ആകൃതിയും ഒക്കെ ഒന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് കാണാൻ പറ്റില്ലല്ലോ. രാജാവ് ചോദിച്ചു, നിങ്ങളിങ്ങനെ ഇത്രയും വലിപ്പമുള്ള ഇതെന്ത് വസ്തുവാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. ഇങ്ങനെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് വർത്തമാനം പറയാൻ വയ്യ, ചെറിയ ശബ്ദമല്ലേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടോ? കൊടുക്കൂ വാങ്ങൂ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു വിവരം ഒന്നും തന്നെ അയാൾക്ക് മറുപടി പറയാൻ പറ്റണമില്ല, അറിയൂല. ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കി, അങ്ങ് എൻ്റെ പിതാവിനോടൊന്ന് ചോദിച്ചു നോക്കൂ. ഒരു പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരിക്കും. വേഗം ഈ പടുവൃദ്ധനെ വീട്ടിൽ കൊണ്ടുപോയാക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ കൊണ്ടുവന്നു. പിതാവിനെ കൊണ്ടുവരാനായിട്ട് അവിടെ ചെന്നു. രാജദൂതന്മാർ നിന്നപ്പോൾ, അയ്യോ, നമ്മളെ ആദ്യം കൊണ്ടുപോയ വൃദ്ധനേക്കാൾ കുറച്ചുകൂടെ ആരോഗ്യ ഇയാൾക്ക് ഒരു വടി മതി, വടി കുത്തിപ്പിടിക്കണം. മാത്രമല്ല ഇങ്ങനെ കൈ വെച്ചിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് കുറച്ച് കാണുകയും ചെയ്യാം, കുറേശ്ശെ കാഴ്ചയൊക്കെ ഉണ്ട്. മാത്രമല്ല കുറച്ച് വർത്തമാനം പറയാനും പറ്റുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കുറച്ച് മുഴുവൻ അങ്ങോട്ട് വ്യക്തമാവണില്ല എന്നുള്ളൂ. എന്നാലും ആദ്യം കൊണ്ടുവന്ന വൃദ്ധനേക്കാൾ ഭേദമാണ്. രാജകൊട്ടാരത്തിൽ വന്നു. രാജാവ് ഈ വിചിത്ര വസ്തു കാണിച്ചു കൊടുത്തു. അയാൾ നോക്കി. അദ്ദേഹം നോക്കി അത് പറഞ്ഞു, തിരുമനസ്സേ, എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. ഇത് നെന്മണി തന്നെയാണ്. പക്ഷേ ഇത്രയും വലിപ്പമുള്ള നെന്മണി ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതെയോ, അങ്ങനെയാണോ? അപ്പം നിങ്ങളുടെ കാലത്തെ കൃഷി ചെയ്യുമ്പോൾ കൃഷിസ്ഥലത്ത് നിന്ന് എങ്ങനെയുള്ള നെന്മണിയെ കിട്ടുക? നെന്മണിയുടെ ആകൃതിയും കാര്യങ്ങളൊക്കെ ഇതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത്രയും വലുപ്പമില്ല. ചെറിയ ചെറിയ നെന്മണികളാണ് ഞങ്ങൾ കൃഷി ചെയ്തപ്പോൾ കിട്ടിയത്. അത് വാങ്ങുകയൊക്കെ ചെയ്യാറുണ്ട്. ആർക്കെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുകയോ? അയ്യോ, കൊടുക്കൽ വാങ്ങലൊന്നുമില്ല എന്ന്. എല്ലാവർക്കും സ്വന്തമായിട്ട് ഓരോന്നൊക്കെ ഉണ്ട്. നെല്ല് കൊടുക്കും, തേങ്ങ മേടിക്കും, തേങ്ങ കൊടുക്കും, പിന്നെ മുളക് മേടിക്കും, ഉപ്പ് മേടിക്കും, അങ്ങനെയൊക്കെയുള്ള ഇതുള്ളൂ. അല്ലാതെ പണം എന്ന് പറയുന്നൊരു വസ്തുവിനെ പറ്റി ഞങ്ങൾക്കോട്ട് അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഈ നെന്മണിയെ പറ്റി, ഈ വിചിത്രമായ ഈ വസ്തുവിനെ പറ്റി ഇതൊരു നെന്മണിയാണെന്ന് തന്നെ ഞാൻ കരുതുന്നു. എന്നാലും എൻ്റെ പിതാവിന് ഒരു പക്ഷേ പറയാൻ പറ്റുമായിരിക്കും കേട്ടോ. അദ്ദേഹം എന്ത് ചെയ്യും? അയ്യോ, അദ്ദേഹം വീട്ടിലുണ്ട്, ഓടി നടന്ന് പണിയെടുത്തോണ്ട് ഇങ്ങനെ നടക്കുന്നത്. അങ്ങയുടെ പിതാവോ? അതെ, എൻ്റെ പിതാവ് വളരെ ആരോഗ്യവാനാണ്. എന്നാൽ ശരി, രാജദൂതന്മാരുടെ ഇദ്ദേഹത്തെ കൊണ്ടാക്കിയിട്ട് മറ്റേ അദ്ദേഹത്തെ കൊണ്ടുവന്നു. അങ്ങനെ മൂന്നാമത് വന്ന ആളെന്ന് പറഞ്ഞാൽ അയാൾക്ക് വടിയും വേണ്ട, ഒരു പിടുത്തവും വേണ്ട, ഒന്നും വേണ്ട. താനെ കയ്യും വീശി നടക്കണേ. ഇത്തിരി സാവകാശം വേണം, അത്രേ ഉള്ളൂ. അദ്ദേഹം നടന്ന് രാജസദയിലേക്ക് വന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഇല്ല വർത്തമാനം പറയാം. വളരെ സ്ഫുടമായിട്ട് വ്യക്തമായിട്ട് ചോദിച്ചതിന് കേൾവിശക്തിക്കും ഒരു കുഴപ്പമില്ല. കൃത്യമായിട്ട് അത് കേൾക്കുന്നുണ്ട്, അതിന് സമാധാനവും പറയുന്നുണ്ട്, കൈ വീശി നടന്നു വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നല്ലൊരു ആരോഗ്യവാനായ വൃദ്ധൻ, അത്രയേ ഉള്ളൂ. അദ്ദേഹം വന്ന് നോക്കിക്കഴിഞ്ഞു. തിരുമനസ്സേ, ഇത് നെന്മണി തന്നെയാണ്. എനിക്ക് സന്തോഷമായി. ഞാൻ എത്ര കാലമായി ഇങ്ങനത്തെ ഒരു നെന്മണി കണ്ടിട്ട്. നല്ല കാര്യം. എത്രയോ കാലങ്ങൾക്ക് മുമ്പേ കണ്ടു മറത്ത. ഇതിപ്പോൾ എവിടെ നിന്നാണ് കിട്ടിയത്? അത് ഇങ്ങനെ കുട്ടികൾക്ക് കിട്ടിയതാണ്, കളിച്ച് പോയപ്പോൾ എവിടെയോ മണ്ണിയെ കിടന്നിരുന്നതാണ്. അതെ 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 അതെ, അങ്ങയുടെ കാലത്ത് ഇങ്ങനെ നെന്മണി ഇത് ഇത്രയും വലിപ്പമുണ്ടായിരുന്നു? ഉണ്ടായിരുന്നേ. അന്ന് കാലത്ത് എൻ്റെ കൃഷി സമയത്ത് ആദ്യകാലത്തൊക്കെ നെന്മണിക്ക് ഇത്രയും വലിപ്പമുണ്ട്. ഞങ്ങൾ സാധാരണ ഭക്ഷണമൊക്കെ കഴിക്കാറുള്ളത് ഇങ്ങനത്തെ നെന്മണി തന്നെയാണ്. ഇതിന്ന് വരണം, ഇത് തന്നെ സ്വാദ്, ഇത് തന്നെ എന്ന് പറഞ്ഞു. മാത്രമല്ല ഇപ്പം കിട്ടാനില്ല അങ്ങനത്തെ നെന്മണികൾ, കാണാനില്ല, അപൂർവമായിട്ടാണ് അപ്പോൾ കാണുന്നത്. അപ്പം അങ്ങ് ഇങ്ങനത്തെ കൃഷി ചെയ്യേണ്ടായില്ല. ഞാൻ കൃഷി ചെയ്യാറുണ്ട്, കൃഷി സ്ഥലത്ത് ഇതുപോലത്തെ നെന്മണി ഞാൻ ഉണ്ടാകാറ്. അപ്പോൾ അങ്ങേക്ക് ഇത് വാങ്ങുകയെ വല്ലതും പതിവുണ്ടോ? അങ്ങനൊരു സംഭവമില്ല നാട്ടിൽ. എല്ലാവർക്കും എല്ലാ വസ്തുക്കളും ഉണ്ട്. അപ്പം നിങ്ങൾ എവിടെ കൃഷി ചെയ്തിരുന്നത്? ഞങ്ങൾ കൃഷിഭൂമിയിൽ. ആരുടെ കൃഷിഭൂമിയിലാണ്? നിങ്ങളുടെ സ്വന്തം കൃഷിഭൂമിയാണ്.
ആരക്കുല്ല സ്വന്തം കൃഷിഭൂമി? കൃഷിഭൂമിയൊക്കെ ദൈവത്തിൻ്റെയാണ്. എല്ലാവരും കൃഷി ചെയ്യും. കൃഷിഭൂമിയിൽ വിളവെടുക്കും, അവരവർക്ക് ആവശ്യമുള്ളത് എടുക്കും, ബാക്കിയുള്ളത് മറ്റുള്ളവർക്കായിട്ട് കൊടുക്കും. ചിലർ തെങ്ങ് കൃഷി ചെയ്യും, ചിലർ നെല്ല് കൃഷി ചെയ്യും, ചിലർ പച്ചക്കറി സാധനങ്ങളൊക്കെ കൃഷി ചെയ്യും. പച്ചക്കറിയുള്ളതൊക്കെ ഒന്നിച്ച് പറക്കി കൂട്ടി ഒരു പൊതുസ്ഥലത്ത് കൊണ്ടുവരിക ചെയ്യുക. അവർക്ക് നെല്ലുണ്ടാവില്ല, അവർ നെല്ല് കൊണ്ടുപോകും, പച്ചക്കറികളൊക്കെ ഇങ്ങോട്ട് തരും. ചിലർ തേങ്ങ കൊണ്ടുവരും, അവർ നെല്ലും കൊണ്ടുപോകും, പച്ചക്കറിയും കൊണ്ടുപോകും. വേറെ ചിലർക്ക് വേറെ മറ്റു പല സാധനങ്ങൾ, ഉപ്പും മുളകും വീട്ടാവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ ദൈവത്തിൻ്റെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കും. അന്ന് അങ്ങനെയായിരുന്നു. ഞങ്ങളൊക്കെ ഇതാ കഴിച്ചേക്കണേ, ഇതുപോലത്തെ നെന്മണി കുത്തിയരി വച്ച ഊണ് കഴിച്ചിട്ടാണ് ജീവിച്ചിരുന്നതെന്ന്. അതെയോ, അങ്ങനെയായിരുന്നു. എനിക്ക് അങ്ങയോട് 2 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, ഞാൻ പറയാറൊന്നും. എന്താണ്, അങ്ങയുടെ അത്ര പോലും ആരോഗ്യമില്ലല്ലോ. അങ്ങയുടെ മകനും മകൻ്റെ മകനും 2 പേരും വളരെ ക്ഷീണിതരും, കണ്ണ് കാണാത്തവരും ചെവി കേൾക്കാത്തവരും 2 പൊടിയൊക്കെ കുത്തിപ്പിടിച്ചൊക്കെയാണല്ലോ നടക്കുന്നത്. കൊച്ചുമകനാണ് വല്ലാണ്ട് ക്ഷീണം, മകൻ അത്ര തന്നെയില്ല. അങ്ങനെയുള്ള ആരോഗ്യമൊന്നും മക്കൾക്കില്ലല്ലോ, മകനും കൊച്ചുമകനും ഇല്ലല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അതിൻ്റെ കാരണം പറയാം. എന്താ അടുത്ത ചോദ്യം ഞാൻ പറയാം. എന്തുകൊണ്ടാണ്, അതായത് ഈ ഇത്രയും വലിയ ഈ നെന്മണി ചെയ്തിരുന്ന ആ കൃഷിഭൂമികളൊക്കെ പല്ലുകൾക്കൊരു കേട് പോലുമില്ല നിങ്ങൾക്ക്, പക്ഷെ നിങ്ങളുടെ കുട്ടികൾക്ക് കാതിന് നല്ല കേൾവിശക്തിയുണ്ട്. എന്താണ് ഇതിൻ്റെ രസം? ഇതിൻ്റെ മുമ്പ് ഉൽപ്പാദിപ്പിച്ച ആ ഭൂമിയിൽ, ഇത്രയും വലിയ നെന്മണി ഉൽപ്പാദിപ്പിച്ച ഭൂമിയിൽ തന്നെയല്ലേ നിങ്ങൾ കൃഷി ചെയ്യുന്നത്? അപ്പോൾ ആ വൃദ്ധം പറഞ്ഞു, ഭൂമിക്കൊന്നൊരു മാറ്റമില്ല, ആ ഭൂമിയിൽ തന്നെയാണ് കൃഷി ചെയ്യണത്. പിന്നെ എൻ്റെ മകനും മകൻ്റെ മകനും ഇങ്ങനെ വന്നത്, എൻ്റെ കാലത്ത് ഞാൻ കൃഷി ചെയ്തിരുന്ന, ഞാനിപ്പോഴും ജോലി ചെയ്യണു, കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല, ഈ വലുപ്പം, നെന്മണിയുടെ വലുപ്പം കുറഞ്ഞാണ് വരുന്നത്. ഇപ്പോഴത്തെ ജീവിതം, അന്ന് സ്വന്തമായിട്ടുള്ളത് ഭൂമിയൊക്കെ ദൈവത്തിൻ്റെയാണ്, പക്ഷേ കൃഷി നമ്മുടെ പ്രയത്നം മാത്രമാണ് നമ്മുടെ സ്വന്തം. അത് നമ്മൾ മറ്റൊരാളുടെ പ്രയത്നത്തിൻ്റെ ഫലം അനുഭവിക്കാറില്ല. നമ്മൾ പ്രയത്നിക്കുന്നു, നമ്മൾ ഫലം അനുഭവിക്കുന്നു. നമുക്ക് വേണ്ട സാധനങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ജീവിത സമ്പ്രദായം, അതിനന്ന് പറയാറുള്ള പേരെന്താണെന്നോ? ബാർട്ടർ സമ്പ്രദായം. ബാർട്ടർ സമ്പ്രദായത്തിൽ ജീവിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. സാധനങ്ങൾ കൊടുക്കുക, സാധനങ്ങൾ മേടിക്കുക, അങ്ങനെ ഇല്ലാത്തത് മേടിക്കുക, ഉള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇന്ന് മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കുന്നത് തട്ടിപ്പറിച്ചെന്ന് പറയാം, അതാ നല്ലത്. ചൂഷണം ചെയ്ത്, മറ്റുള്ളവരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് കാര്യങ്ങളൊക്കെ കുഴപ്പമായത്. നെന്മണിയുടെ വലിപ്പം കുറഞ്ഞ പോലെ എല്ലാ വസ്തുക്കളുടെയും വലിപ്പം കുറഞ്ഞു, ഗുണമേന്മ കുറഞ്ഞു, മറ്റുള്ളവരുടെ അധ്വാനമല്ലേ എത്തുന്ന ജീവിക്കണം, അപ്പോൾ ആരോഗ്യവും കുറഞ്ഞു. അതാണ് എൻ്റെ മകനും മക്കൾക്കും അവരുടെ തലമുറകൾക്കും ഒക്കെ പറ്റിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ തലമുറ അധ്വാനിച്ച് ജീവിച്ചവരാണ്. അതാണ് ഭൂമി. അന്നെല്ലാവരുടെ ഭൂമിയും ദൈവത്തിൻ്റെ ഭൂമിയാണ്. ഇന്നങ്ങനെയല്ല, ഇന്നിപ്പോൾ ഭൂമിയില്ല ദൈവത്തിന്. ദൈവം തന്നെ ഉണ്ടെന്നുള്ള വിചാരമില്ല പലർക്കും. ദൈവവിശ്വാസം ഇല്ലാതായി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭൂമി, എൻ്റെ ഭൂമി, എൻ്റെ ഭൂമി, ഞാൻ എൻ്റെ എന്നുള്ളത് അങ്ങോട്ട് സ്ഥിരമായിട്ട് നടപ്പിലായപ്പോൾ എന്തുണ്ടായി? മനുഷ്യരുടെ ആരോഗ്യം ക്രമേണ കുറഞ്ഞു വന്നു. അതാണ് ഉണ്ടായ സംഭവം. ഇതാണ് ശരി. അതുകൊണ്ട് കോഴിമുട്ടയോളം വലിപ്പമുള്ള നെന്മണികളൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. എല്ലാ വസ്തുക്കൾക്കും വലിപ്പം കൂടിയൊരു കാലഘട്ടം. ജീവികൾക്കും അങ്ങനെ തന്നെയായിരുന്നു. ഒരാടിന് ഒരാനയുടെ വലിപ്പമുണ്ട്, ആനയ്ക്ക് അതിലും വലിപ്പമുണ്ട്. അങ്ങനെയായിരുന്നു സർവ കാര്യങ്ങളും. ഇതാണ് ഇന്നത്തെ കഥ. കോഴിമുട്ടയോളം വലുപ്പമുള്ള നെന്മണി. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണീ, കാര്യം പറയും കഥയാണീ.